ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാരങ്ങത്തോട് കൊണ്ടുണ്ടാക്കിയ ഒരു രസികൻ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇരിക്കും തോറും ഇത് അലിഞ്ഞ് വരും. ഒരു വർഷം വരെ കേടുകൂടാതിരിക്കുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ നാരങ്ങത്തോട് ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾ കളയരുത് കേട്ടോ, സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ഇതുപോലെ നമ്മൾ നല്ല രസികൻ അച്ചാർ ഇട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി കുറച്ചധികം നാരങ്ങത്തോട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓരോ ദിവസവും ഒന്നും രണ്ടും ചേർത്ത് പുഴിയുന്ന തോടുകൾ ഞാൻ ഫ്രീസറിൽ ഇതുപോലെ ഡപ്പികളിലാക്കി സൂക്ഷിച്ച് വെച്ചിട്ട് ഇതുപോലെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ദിവസത്തെ നാരങ്ങ തോടാണ്. അപ്പോൾ ഒരു കുഴപ്പവുമില്ല. നമ്മൾ ഫ്രീസറിൽ ഇതുപോലെ ഡപ്പികളിൽ അടച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് നാരങ്ങത്തോട് സൂക്ഷിക്കാമേ. അപ്പോൾ ഈ നാരങ്ങത്തോട് കൊണ്ട് ഞാൻ ഒരു രസികൻ അച്ചാർ തയ്യാറാക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തോടുകളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു 4 പീസായിട്ടോ അല്ലെങ്കിൽ 2 പീസായിട്ടോ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ നാരങ്ങത്തോടിൽ ഒട്ടും ഈർപ്പം തന്നെ ഇല്ല കേട്ടോ. കഴുകിയെടുക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മൾ ഫ്രീസറിൽ വെച്ച് അതേപടി ആ ഐസ് മാറിയതിന് ശേഷം നമ്മളിതുപോലെ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ നാരങ്ങത്തോട് മൊത്തം ഞാൻ അരിഞ്ഞെടുത്തു. ഇനി ഈ നാരങ്ങത്തോട് നമുക്ക് ഉപ്പിട്ട് വയ്ക്കാൻ വേണ്ടി ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കുപ്പിയോ അല്ലെങ്കിൽ ഒരു അടച്ച് ഉറപ്പുള്ളൊരു പാത്രമോ എടുക്കുക. ഈ കുപ്പി നന്നായിട്ട് കഴുകി തുടച്ചിട്ട് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. എന്നിട്ട് നമുക്ക് ഈ കുപ്പിക്കകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈർപ്പമൊന്നുമില്ലാത്ത നമ്മുടെ നാരങ്ങ തോട് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ എടുക്കുന്ന കുപ്പിയായിരുന്നാലും സ്പൂണായിരുന്നാലും ഏത് പാത്രമായിരുന്നാലും നല്ല ഈർപ്പമൊന്നുമില്ലാതെ നല്ല തുടച്ച് ഉണക്കിയ കുപ്പിയായിരിക്കണമേ. സ്പൂണായിരുന്നാലും അങ്ങനെ തന്നെ. അപ്പോൾ കുറച്ച് നാരങ്ങത്തോട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും 1 ടേബിൾ സ്പൂൺ കല്ലുപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമുക്ക് നാരങ്ങത്തോട് നിറയ്ക്കാം. അങ്ങനെ അടുക്കടുക്കായിട്ട് നമുക്ക് നിറച്ചിട്ട് ഒരു തട്ടിലും കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നാരങ്ങത്തോട് മൊത്തം ഞാൻ കുപ്പിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂണോളം വീണ്ടും കല്ലുപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തം നാരങ്ങത്തോട് ഞാൻ കുപ്പിയിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുലുക്കണമേ. ഈ കല്ലുപ്പ് എല്ലാ ഭാഗത്തും ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ ഒന്ന് കുലുക്കിയെടുക്കുന്നത്. കുലുക്കിയതിന് ശേഷം നമ്മൾ ഒരാഴ്ച ഇത് ഒന്ന് ഒതുക്കി വയ്ക്കുക. തുറന്നേ നോക്കരുത്. അപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ അലിഞ്ഞിട്ട് ഈ നാരങ്ങത്തോടൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ച് നന്നായിട്ട് അലിഞ്ഞ് കിട്ടുവേ. അപ്പോൾ നമുക്കിതൊന്ന് കുലുക്കിയതിന് ശേഷം ഒരു ഭാഗത്തേക്ക് ഒതുക്കി വയ്ക്കാം. അപ്പോൾ മൊത്തം എല്ലാ ഭാഗത്തും ഒരുപോലെ കല്ലുപ്പായിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ നാരങ്ങ തോട് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കല്ലുപ്പൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് ആ നാരങ്ങത്തോടൊക്കെ നന്നായിട്ട് വാടി നല്ല അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ. ആ പാത്രവും നന്നായിട്ട് തുടച്ചെടുത്ത പാത്രമായിരിക്കണം. അപ്പോൾ നോക്കിയേ, കല്ലുപ്പ് അലിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊന്നുമില്ല. എല്ലാം നമ്മുടെ നാരങ്ങത്തോട് വലിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴിവി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാരങ്ങത്തോട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അച്ചാറിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള മസാലക്കൂട്ട് നമുക്ക് ഇനി തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ പുഴിയുന്ന നാരങ്ങത്തോടുകളൊക്കെ ഇതുപോലെ നമ്മൾ ഒരു അടപ്പുള്ള കുപ്പികളിലൊക്കെ അടച്ച് നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നാൽ കുറച്ചധികം ആകുമ്പോൾ നമുക്ക് ഇതുപോലെ അച്ചാറിടാം കേട്ടോ. 1 വർഷം വരെ കേടുകൂടാതിരിക്കുന്ന ഒരു അച്ചാറാണിത്. അപ്പോൾ ഒരാഴ്ച നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ട് നമ്മുടെ നാരങ്ങത്തോടൊക്കെ നന്നായിട്ട് പുഴുകി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ചാറിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പാൻ ചൂടായതുകൊണ്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. വീണ്ടും 2ാമത്തെ ടേബിൾ സ്പൂൺ. അപ്പോൾ ഇത് മുളക് കാശ്മീരി മുളകും സാദാ മുളകും കൂടി പൊടിച്ചെടുത്തതാണേ.
മൂന്നാമത്തെ ടേബിൾ സ്പൂൺ. അങ്ങനെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറുത്ത് പൊടിച്ച ഉലുവ ഉണ്ടല്ലോ, അത് ഒരു 3/4 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത് പൊടിച്ച ഉലുവ ആയതുകൊണ്ടാണ് ഇത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ഉലുവ പ്രത്യേകം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അത് തരിതരിപ്പോടെ പൊടിച്ചെടുക്കുക കേട്ടോ. തീ നല്ല പറ്റ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാതെ നമുക്ക് ഇത് മൂത്ത് കിട്ടുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവുമല്ലോ. ആ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്ര മതി. ഇനി കൂടുതൽ നേരം ഇട്ടിരുന്നാൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ നമ്മുടെ അച്ചാർ പാടെ ടേസ്റ്റ് മാറിപ്പോകും. ഇത് കൈയുടൻ തന്നെ നമുക്ക് നമ്മുടെ നാരങ്ങത്തോടിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ആ പൊടി മൊത്തം ഞാൻ നാരങ്ങത്തോടിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടെയൊക്കെ മൂപ്പിച്ചെടുക്കണം. വീണ്ടും പാൻ അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തരിതരിപ്പോടുകൂടി ഒന്ന് പൊടിച്ചെടുക്കണമേ. അപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പൊടിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി 3 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഊരി നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ കറിവേപ്പിലയും നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കറിവേപ്പിലയും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അച്ചാറിനുള്ള നല്ലെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുവേണ്ടി ഇതേ നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു. രണ്ടാമത്തെ ടേബിൾ സ്പൂൺ ഒഴിച്ചു. ഇത് മൂന്നാമത്തെ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ 3.5 ടേബിൾ സ്പൂൺ ഇതേ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ അതാ നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫ്ലെയിം ഓഫ് ആക്കാം. ചെറിയ ചൂടോട് കൂടിയാണ് നമ്മൾ നാരങ്ങത്തോടിൽ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇരിക്കട്ടെ. നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻ്റൊക്കെ നമുക്ക് നാരങ്ങത്തോടിലേക്ക് ചേർത്തൊന്ന് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുളകും ഇതൊക്കെ ഇത് തോടിന് മുകളിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം തരിതരിപ്പായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചൂടോടുകൂടി ഇതേ നല്ലെണ്ണ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു. രണ്ടാമത്തെ ടേബിൾ സ്പൂണും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ മിക്സാക്കി എടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇതുവരെ കായപ്പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല ഗുണനിലവാരമുള്ള നല്ല മണമൊക്കെ ഉള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ഇല്ലെന്നുണ്ടെങ്കിൽ കട്ടക്കായം ചേർത്ത് കൊടുത്താലും മതി. അത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ LG കായമാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/2 ടേബിൾ സ്പൂൺ LG കായം സ്പൂണിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കാം.
അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ല മണമുണ്ട് കേട്ടോ ഈ സമയം. നമ്മുടെ ഈ നാരങ്ങത്തോടിൽ ഒട്ടും ഈർപ്പം തന്നെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എടുക്കുന്ന പാത്രവും സ്പൂണും ഒക്കെ ഈർപ്പം ഇല്ലാത്തതായിരിക്കണം. എന്നിട്ട് നമ്മളിത് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പികളിലൊക്കെ അടച്ചു വെച്ചിരുന്ന 1 വർഷം വരെ നമുക്കിത് കേടുകൂടാതിരിക്കും കേട്ടോ. ഒരു പൂപ്പലോ ഒന്നും വരില്ല. നല്ല ഇരിക്കുന്തോറും നല്ല ആ നാരങ്ങ തോട് നന്നായിട്ട് അലിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറായിട്ട് കിട്ടുവേ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും എരിവും പുളിയൊക്കെ നോക്കാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുപ്പി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിലായിരുന്നാലും വെച്ചിരുന്നാൽ മതിയേ. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇത് വെളിയിൽ വെച്ചിരുന്ന് നമുക്ക് ഒരു കേടും കൂടാതെ ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാരങ്ങത്തോട് കൊണ്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നാരങ്ങത്തോട് കളയരുത് കേട്ടോ. ഓരോ ദിവസവും കിട്ടുന്ന നാരങ്ങത്തോട് ഇതുപോലെ ഒരു അടപ്പ് ഉള്ള പാത്രത്തിൽ അടച്ച് നമ്മൾ ഫ്രീസറിൽ അപ്പോഴപ്പോഴും കിട്ടുന്ന നാരങ്ങത്തോട് അതിലേക്കിട്ട് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്കിതുപോലെ അച്ചാറിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള നാരങ്ങത്തോട് കൊണ്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം ഉപ്പിട്ട് വെച്ചിരുന്ന ജാർ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ എന്താ അച്ചാർ കോരി നിറയ്ക്കുകയാണ്. അപ്പോൾ നിറയ്ക്കുമ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് നന്നായിട്ട് ഞെരുക്കി കൊടുക്കുക കേട്ടോ. എയർ കയറാത്ത വിധത്തിൽ നന്നായിട്ട് അമർത്തി വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് എനിക്കൊന്ന് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ ഈ നാരങ്ങ അച്ചാർ ഉപയോഗിക്കുമ്പോൾ ആവശ്യമുള്ള മാത്രം നമ്മൾ വേറൊരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് തീരുന്നത് വരെ ഉപയോഗിക്കുക. അപ്പോൾ ഈ അച്ചാറിന് ഒരു കേടും വരത്തില്ല, ഒന്നും പൂപ്പലും ഒന്നും വരത്തില്ല. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. വെളിയിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇരിക്കുന്തോറും ഇതിൻ്റെ ആ തോടൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നല്ല ആ ഗ്രേവിയായിട്ട് നന്നായിട്ട് സെറ്റായി വരുവേ. അപ്പോൾ അത് നാരങ്ങ അച്ചാർ ഞാൻ മൊത്തം ചില്ല് ഭരണിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്